2014 BDJS 27,000 വോട്ട് കിട്ടി. ഇന്നിപ്പോൾ അവിടെ മത്സരിക്കുന്നത് കരുത്തരായ ഒരു സ്ഥാനാർത്ഥിയല്ല, അവർ നിർത്തിയിരിക്കുന്നത് 2020-ക്കാണ്. ഈ ഏറ്റുമാനൂർ മണ്ഡലത്തെ കൂടി ചൂണ്ടിക്കാണിച്ചാണ് പ്രതിപക്ഷം പറയുന്നത് അങ്ങേക്ക് BJPയുടെ വോട്ട് വാങ്ങാനുള്ള ഒരു ഡീലുണ്ട് എന്ന്. ഒരു തിരിച്ച് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡീൽ മറച്ചു പിടിക്കാൻ വേണ്ടി ഉത്സവപ്പറമ്പിലെ കള്ളനെ പോലെയാണ് അവരിപ്പോൾ ഈ ഡീലിൻ്റെ കാര്യം പറയുന്നത്. അവർ നടത്തിക്കൊണ്ട് ഇപ്പോൾ ഈ ഏറ്റുമാനൂർ മണ്ഡലം ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും കഴിയാവുന്നത്ര ഡീലാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ജില്ലയിൽ തന്നെ കടുത്തുരുത്തി മണ്ഡലത്തിൽ പാലായിലും ഒക്കെ ഡീൽ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാലോ കോലീബി സഖ്യം ഉണ്ടാക്കിയതാരാ. ഇപ്പോഴും കോൺഗ്രസും BJP ആയിട്ട് പല രൂപത്തിലുള്ള ബന്ധങ്ങളുമായിട്ടല്ലേ അവർ മുന്നോട്ട് പോകുന്നത്. സതീശനിലെ ഗുരുജി ഗോൾവോൾക്കറുടെ മുമ്പിൽ തിരികൊളുത്താൻ പോയ ആള് അല്ല, അത് ഗുരുജി ഗോൾവോൾക്കറുടെ മുമ്പിലാണെന്നുള്ള കാര്യം മറന്നല്ലോ. ഈ ഗുരുജി ഗോൾവോൾക്കറുടെ ആശയം തന്നെ എടുത്താൽ മതി. ബഞ്ച് ഓഫ് തോട്ട് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ 20-ാം ചാപ്റ്ററിൽ 3 കാര്യം പറയുന്നുണ്ട്. ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് 3 തടസ്സമുണ്ട്. ആ 3 തടസ്സത്തിൽ ഒന്ന് നമ്പർ 1 ഇസ്ലാം, നമ്പർ 2 ക്രിസ്ത്യാനി, നമ്പർ 3 ആഭ്യന്തര കമ്മ്യൂണിസ്റ്റ് എന്ന് എഴുതി വെച്ച ആളാണ് ഗുരുജി ഗോൾവോൾക്കർ. ആ ഗുരുജി ഗോൾവോൾക്കറുടെ മുമ്പിലാണ് സതീശൻ പോയി വിളക്ക് കൊളുത്തിയത്. അപ്പോൾ ഈ രാജ്യത്ത് മതരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ വേണ്ടി ആശയപരമായി ആയുധമണിയിക്കാൻ ആളുകളുടെ മുമ്പിൽ അവതരിച്ച ഗുരുജി ഗോൾവോൾക്കറുടെ മുമ്പിൽ ഒരു തിരികൊളുത്തിയ ഒരു ഹിന്ദുത്വവാദിയാണെന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? നിശ്ചയമായും